നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെന്നൈ പുനലൂർ വഴി കൊല്ലത്തെത്തുന്ന ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. കൊല്ലം ചെങ്കോട്ട പാതയിൽ 24 കോച്ചുകളുള്ള ട്രെയിൻ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു. 5 തവണയാണ് ഇരുദിശകളിലായി പരീക്ഷണ ഓട്ടം. ഷൂർനാട് പുതുശ്ശേരി മലനട ക്ഷേത്രത്തിലെ അക്രമം. 4 പേർ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് അക്രമമെന്ന് പോലീസ്. പള്ളിക്കൽ ഹോമിയോ ആശുപത്രി ഉപരോധിച്ചു. ബിജെപി പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. സ്ഥിരമായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ചെങ്കോട്ട പാതയിൽ 24 കോച്ചുകളുള്ള ട്രെയിൻ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു. ചെന്നൈയിൽ നിന്ന് പുനലൂർ വഴി കൊല്ലത്തെത്തുന്ന ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ട്രയൽ റണ്ണാണ് ആരംഭിച്ചിരിക്കുന്നത്. ചെങ്കോട്ട കൊല്ലം റൂട്ടിലാണ് ട്രയൽ റൺ നടക്കുന്നത്. ഇപ്പോൾ 5 തവണയാണ് ഇരുദിശകളിലായി പരീക്ഷണ ഓട്ടം ക്രമീകരിച്ചത്. ചെങ്കോട്ട കൊല്ലം റൂട്ടിലാണ് ട്രയൽ റൺ നടക്കുന്നത്. ഇപ്പോൾ 5 തവണയാണ് ഇരുദിശകളിലായി പരീക്ഷണ ഓട്ടം ക്രമീകരിച്ചിരിക്കുന്നത്. 22 LHB കോച്ചുകളും മുന്നിലും പിന്നിലും എഞ്ചിനുകളുമുള്ള വണ്ടിയാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. റിസർച്ച്, ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനിലെ ലക്നൌവിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരീക്ഷണ ഓട്ടത്തിന് നേതൃത്വം നൽകിയത്. പരീക്ഷണ ഓട്ടം നടത്തുന്ന വണ്ടിയിൽ യാത്രക്കാരില്ല. കോച്ചുകളിൽ അനുവദനീയമായ യാത്രക്കാരുടെ എണ്ണത്തിന്റെ ഭാരത്തിന് ആനുപാതികമായി മണൽച്ചാക്കുകൾ നിറച്ചാണ് വണ്ടി ഓടിച്ചത്. റെയിൽവേയുടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓപ്പറേറ്റിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, സിഗ്നലിംഗ് വിഭാഗങ്ങളിലെ സാങ്കേതിക വിദഗ്ധർ പരീക്ഷണ ട്രെയിനിലുണ്ടായിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായുള്ള ഈ പാതയിൽ 14 കോച്ചുകളുള്ള ട്രെയിനുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. കോച്ചുകളുടെ എണ്ണം 24 ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരീക്ഷണ ഓട്ടം നടത്തുന്നത്. മീറ്റർ ഗേജ് ആയിരുന്ന ഈ പാത 2018 ബ്രോഡ് ഗേജ് ആക്കി മാറ്റിയത്. 5 വർഷമായിട്ടും ഈ റൂട്ടിൽ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തേണ്ടിയിരുന്ന പരിശോധനകൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പരീക്ഷണ ഓട്ടത്തിനും പരിശോധനകൾക്കും ശേഷം ഉദ്യോഗസ്ഥർ മധുര ഡിവിഷനിലെ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകാം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കുക. 2023 നവംബർ അവസാന വാരം പരീക്ഷണ ഓട്ടം നടത്താനാണ് അധികൃതർ നേരത്തെ തീരുമാനിച്ചിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് പിന്നീട് ഡിസംബറിലേക്ക് മാറ്റുകയായിരുന്നു. അതും നടക്കാതെ വന്നപ്പോൾ 2024 ജനുവരി 4 മുതൽ ട്രയൽ റൺ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു. ഒടുവിൽ പരീക്ഷണ ഓട്ടം നടത്തുന്ന വിവരം മധുര ഡിവിഷൻ അധികൃതർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഘാട്ട് സെക്ഷനായ ഭഗവതിപുരം പുനലൂർ മലയോര പാതയിൽ 14 കോച്ചുകളുള്ള ട്രെയിനുകൾ മാത്രം ഓടിക്കാനുള്ള അനുമതിയാണുള്ളത്. ഇത് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരളത്തിലെത്തുന്ന യാത്രക്കാരാണ്. ഈ റൂട്ടിൽ പകൽ സർവീസ് ഉള്ളത് ഗുരുവായൂർ, മധുര, പാലക്കാട്, തിരുനെൽവേലി, പാലരുവി എക്സ്പ്രസ് എന്നീ 2 വണ്ടികളാണ്. 14 കോച്ചുകൾ മാത്രമുള്ളതിനാൽ വണ്ടിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ബോഗികളിൽ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയുണ്ട്. ഈ വിഷയം തിരുവനന്തപുരം ഡിവിഷൻ അധികൃതർ നിരവധി തവണ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ കൊല്ലം ചെങ്കോട്ട പാത മധുര ഡിവിഷന് കീഴിലായതിനാൽ അവർക്ക് ഇടപെടുന്നതിന് പരിമിതികൾ ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനത്ത് ജനങ്ങളിലേക്ക് അധികാരം കൈമാറുകയെന്ന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം സുസാധ്യമാക്കുന്നതിന് പഞ്ചായത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സഹായകരമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ത്രിതല പഞ്ചായത്തുകൾ, പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധി വ്യാപനം തുടങ്ങിയവ അടിയന്തര ഘട്ടങ്ങളിലൊക്കെ മികവുറ്റ പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിൽ ചേർന്ന സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷത്തിന്റെ പ്രാഥമികതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് വകുപ്പിന്റെ പരിധിയിൽ വരുന്ന വിവിധ വകുപ്പുകളുടെ ഏകീകരണത്തിലൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ. ഇത്തരം പ്രവർത്തനങ്ങൾ ജനസമക്ഷം എത്തിക്കുന്നതിനും പ്രവർത്തനങ്ങൾ കൂടുതൽ ശാക്തീകരിക്കുന്നതിനുമായി പഞ്ചായത്ത് ദിന ആഘോഷം സംഘടിപ്പിക്കുകയാണ്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനും അനുബന്ധ പരിപാടികൾക്കും കൊല്ലം ജില്ലയാണ് ആതിഥ്യമരുളുക. അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. തൃപ്തികരമായ നിലയിലാണ് പ്രവർത്തന പുരോഗതി. പരിപാടിയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി യോഗം ജനുവരി 14 കൊട്ടാരക്കര സൗപർണിക ഓഡിറ്റോറിയത്തിൽ 3 മണിക്ക് ചേരും. എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ പരിപാടി വിജയമാക്കി തീർക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മുനിസിപ്പൽ ചെയർമാൻ SR രമേശ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിജു എബ്രഹാം, പ്രശാന്ത്, സജി കടുക്കാല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശാസ്താംകോട്ട പഞ്ചായത്ത് സുഭിക്ഷ ഹോട്ടലിന് സ്വന്തം കെട്ടിടമായി. 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് സുഭിക്ഷ ഹോട്ടലിന് സ്വന്തമായി കെട്ടിടമായി. 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെ വർഷങ്ങളായി കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലമാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭാരവാഹികളും
ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയേഴ്സും എല്ലാം പോയി അത് പരിശോധിച്ചപ്പോൾ ആ കെട്ടിടം നമുക്ക് തുടർന്ന് ഉപയോഗിക്കാൻ കഴിയില്ല. അതിന്റെ പ്ലാസ്റ്ററിങ് ഇളകി തുരുമ്പ് പിടിച്ച് കുറച്ച് അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. അതൊരു വലിയ പൈസ ചെലവാക്കി വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് PK രാഘവൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം മുൻകൈയെടുത്ത് നിർമ്മിച്ചതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് R അജയകുമാർ, ശ്യാമളയമ്മ, താലൂക്ക് സപ്ലൈ ഓഫീസർ B വേണുഗോപാൽ എന്നിവർ സുഭിക്ഷ ഹോട്ടൽ നടത്തുന്ന നിറവ് സംരംഭകരെ അനുമോദിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അനിൽ തുമ്പോടൻ, ഉഷാകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ മുരളീധരൻ പിള്ള, ഗുരുകുലം രാകേഷ്, പ്രകാശിനി, രജനി, ശ്രീനാഥ്, പ്രസന്നകുമാരി, പ്രീലത രഘു, പ്രീതാകുമാരി, നസീമ ബിബി തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി P ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഷൂർനാട് പുതുശ്ശേരി മലനട ക്ഷേത്രത്തിൽ അക്രമം. സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റും പ്രവർത്തകരുമാണ് അറസ്റ്റിലായത്. യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് തുടർച്ചയായാണ് ക്ഷേത്രത്തിൽ ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ക്ഷേത്രത്തിൽ അക്രമം നടത്തിയ സംഭവത്തിൽ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റും പ്രവർത്തകരും അറസ്റ്റിലായി. ഡിവൈഎഫ്ഐ പാവുമ്പ മേഖലാ പ്രസിഡന്റ് മണപ്പള്ളി പനങ്ങാട്ട് ജംഗ്ഷനിൽ രഞ്ജിത്ത് ഭവനിൽ രഞ്ജിത്ത്, പ്രവർത്തകരായ മണപ്പള്ളി യക്ഷിപ്പള്ളി പുത്തൻ വീട്ടിൽ അമീൻ, തഴവ കുറ്റിപ്പുറം കോക്കാട്ടേത്ത് കിഴക്കതിൽ ഷെറിൻ ഷാ, മണപ്പള്ളി ചെറുകര കിഴക്കതിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ശൂരനാട് വടക്ക് പുലിക്കുളം പുതുശ്ശേരി മലനട ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 8:30യോടെയായിരുന്നു സംഭവം. ക്ഷേത്രത്തിലെ വൃശ്ചിക ചെറുപ്പ് ഉത്സവത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി നടന്ന നാടൻപാട്ടിനിടെ ഡാൻസ് കളിക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. യുവാക്കൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. ബൈക്കുകളിലും കാറുകളിലുമായി എത്തിയ 12 അംഗ സംഘമാണ് അക്രമം നടത്തിയത്. ക്ഷേത്രത്തിലെ വിളക്കുകളും ഓഫീസിന്റെ ജനൽ ചില്ലുകളും ബോർഡുകളും അടിച്ചു തകർത്തു. കാണിക്കവഞ്ചിയിലെ തുക എണ്ണുകയായിരുന്ന ഭരണസമിതി ഭാരവാഹികൾക്ക് നേരെയും ആക്രമണമുണ്ടായി. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് അക്രമം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിൽ 4 പേരെയും റിമാൻഡ് ചെയ്തെന്നും മറ്റു പ്രതികൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഡിവൈഎസ്പി S ഷെരീഫ്, ശൂരനാട് SHO ജോസഫ് ലിയോൺ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ക്ലാപ്പന പ്രിയദർശിനി കലാസാംസ്കാരിക വേദി നടത്തിവന്ന പ്രൊഫഷണൽ നാടകോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. നവാഗത നാടക രചയിതാവിനുള്ള CR മനോജ് സ്മാരക പുരസ്കാരം ചടങ്ങിൽ സമ്മാനിച്ചു. പകരമീ ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്ന് ഓർത്തു പഠിക്കണം. മാതാപിതാക്കൾ നമ്മൾക്കു സ്വന്തം ജീവനെപ്പോലെ കാത്തു സൂക്ഷിക്കണം. മാതാപിതാക്കൾ നമ്മൾക്കു സ്വന്തം ജീവനെപ്പോലെ കാത്തു സൂക്ഷിക്കണം. ക്ലാപ്പന പ്രിയദർശിനി കലാസാംസ്കാരിക വേദി ആൻഡ് ഗ്രന്ഥശാല നടത്തിവന്ന നാടക രാവിന് സമാപനമായി. ഇതിന്റെ ഭാഗമായി എല്ലാ ദിവസവും പ്രൊഫഷണൽ നാടക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. നാടകരാവിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. നാടകം എന്നത് ഒരു പുതിയ കലയല്ല. സിനിമയെ പോലെ സിനിമയ്ക്ക് ഒരു 125-130 കൊല്ലത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. ഏറ്റവും ആധുനികമായ കലാരൂപങ്ങളിൽ ഒന്നായ സിനിമ ലോകത്തെ ജനങ്ങളെ ഒട്ടുമുക്കാലും ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. അതിന് പിൻബലമായി നിൽക്കുന്നത് അതിൻ്റെ ഉയർന്ന സാങ്കേതിക വിദ്യയാണ്. 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് നിരവധി മാസങ്ങളും വർഷങ്ങളും എടുത്ത് നിർമ്മിക്കുന്ന ഒരു സിനിമ. ഗ്രന്ഥശാല പ്രസിഡന്റ് SM ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി KR വാത്സൻ സ്വാഗതം പറഞ്ഞു. പ്രിയദർശിനി വൈസ് പ്രസിഡന്റ് വരവിള ഹുസൈൻ നാടകരാവിനെ കുറിച്ച് അവലോകനം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിലസ് കല്ലേലി ഭാഗം, ജില്ലാ പഞ്ചായത്ത് അംഗം രശ്മി ദേവി, അനിൽ മുഹമ്മദ്, എബി പാപ്പച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. മങ്ങാടൻ കയറിന്നും മങ്ങാതെ നിൽക്കുന്നു പിരിമുറുക്കത്തോടെ ജനമനസ്സിൽ. കേളികളൊക്കെ അരങ്ങുണർത്തിയിടുവാൻ ആശ്രാമമുണ്ട് വിശാലമായി. നീണ്ടൊരു കരയിലടുക്കുന്ന തോണികൾ നീറും മനസ്സിനാശ്വാസമേകും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. BJP പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൽ ഹോമിയോ ആശുപത്രി ഉപരോധിച്ചു. സ്ഥിരമായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഉപരോധ സമരം BJP പന്തളം മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിജയകുമാർ തെങ്ങമം ഉദ്ഘാടനം ചെയ്തു. ജയ് ജയ് BJP, ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ.
BJP പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പള്ളിക്കൽ ഹോമിയോ ആശുപത്രി ഉപരോധിച്ചത്. സ്ഥിരമായി ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം. ഇല്ല സാറേ, അങ്ങനെ വരില്ല സാർ. ഇത് ഒറ്റ ദിവസത്തെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. ഒരു ഒറ്റ ദിവസത്തെ അല്ലല്ല. ഇത് ഇങ്ങനെ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ 3 ആഴ്ചക്കാലമായിട്ട് സാറേ 3 ആഴ്ചക്കാലമായിട്ട് നമ്മൾ അതെ സാറേ ഉറപ്പ് വാങ്ങിച്ചതാ. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. DM ഒന്ന് വിളിച്ചു സാറേ, സാറൊന്നും വിളിച്ചാൽ ഉറപ്പ് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് അടുത്തൊരു സമരം ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ അന്ന് എന്തുകൊണ്ടാണ് പോയെന്നുള്ള ചോദ്യങ്ങൾ വരാൻ പാടില്ല. വൈറൽ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നിരവധി രോഗികൾ എത്തുന്ന പള്ളിക്കൽ ഹോമിയോ ആശുപത്രിയിൽ സ്ഥിരമായി ഡോക്ടർമാരില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ഡോക്ടർമാർ ഇല്ലാതായതിന്റെ അടിസ്ഥാനത്തിലാണ് BJP ഉപരോധ സമരം സംഘടിപ്പിച്ചത്. രാവിലെ ജീവനക്കാർ എത്തിയവരെ തടഞ്ഞു. ഡോക്ടർമാർ വന്നതിന് ശേഷം ആശുപത്രി തുറന്നാൽ മതിയെന്ന നിലപാടിലായിരുന്നു സമരക്കാർ. ആശുപത്രി സംഘടിപ്പിച്ച ഉപരോധ സമരത്തിന്റെ ഉദ്ഘാടനം BJP പന്തളം മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജയകുമാർ തെങ്ങമം നിർവഹിച്ചു. നിർഭാഗ്യവശാൽ ഇവിടെ ഡോക്ടർ ഇല്ലാതിരിക്കുന്ന അവസ്ഥയും DMO ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ കിട്ടാതെ വന്നപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു. ഡോക്ടറെ വിളിച്ചപ്പോഴെല്ലാം പഞ്ചായത്ത് ഡോക്ടറെ കുറ്റം പറയുന്നു, ഡോക്ടർ പഞ്ചായത്തിനെ കുറ്റം പറയുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഡോക്ടർ ഇല്ല എന്നുള്ള വിഷയം വെച്ചുകൊണ്ടാണ് നമ്മൾ ഉപരോധ സമരം ഇവിടെ സംഘടിപ്പിച്ചത്. ആ സമരം വൻ വിജയമായിരിക്കുകയാണ്. ഇനി എല്ലാ ദിവസവും ഡോക്ടറെ തുടർച്ചയായി ഈ ഹോസ്പിറ്റലിൽ എത്തുമെന്നുള്ള ഉറപ്പ് DMO നമുക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാരണവശാലും ഇപ്പോൾ ഡോക്ടറില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുവാണെങ്കിൽ BJPയുടെ സമരമുറ ഇതായിരിക്കില്ല. വളരെ വ്യത്യസ്തമായി രീതിയിലേക്ക് സമരമുറ വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സമരം വൻ വിജയപ്രദമാക്കാൻ ഇവിടെ എത്തിയ എല്ലാ ആൾക്കാർക്കും നന്ദി കൂടി അറിയിച്ചുകൊണ്ട് കർഷക മോർച്ച പള്ളിക്കൽ ഏരിയ പ്രസിഡന്റ് രവീന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. ഈ പനിക്കാലത്ത് നമ്മുടെ നമുക്കുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഈ 2 ഹോസ്പിറ്റലാണ്. പക്ഷേ ഈ ഹോമിയോ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ആശ്രയമായി വരുന്ന ഒരു ഹോസ്പിറ്റൽ ഈ അരാജകത്വത്തിന്റെ നടുവിലേക്ക് തള്ളിവിടുന്നതിന് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തണം. ഇന്ന് ഇവിടെ ഒരു തുടക്കം മാത്രമാണെങ്കിൽ ഈ പഞ്ചായത്ത് തലത്തിലേക്കും ഈ സമരം വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. SC മോർച്ച ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പള്ളിക്കൽ, പന്തളം മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദേവൻ കൈതയ്ക്കൽ, BJP പന്തളം മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ നായർ, ശ്രീകുമാർ, 21-ാം വാർഡ് ജനപ്രതിനിധി ശ്രീജ, ബൂത്ത് പ്രസിഡന്റുമാരായ വിജയകുമാർ, ചന്ദ്രമോഹനൻ തോട്ടുവ, വിമൽ കൈതയ്ക്കൽ, ശിവൻപിള്ള, രാജേന്ദ്രക്കുറുപ്പ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് അടൂർ SIയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ സ്ഥിരമായി ഡോക്ടർമാരെ നിയമിക്കാമെന്ന DMOയുടെ ഉറപ്പിനെ തുടർന്ന് സമരം പിൻവലിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചവറ മേഖലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം നടന്ന മേഖലാ സമ്മേളനമാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചവറ മേഖലാ പ്രസിഡന്റായി തിലകരാജിനെ തെരഞ്ഞെടുത്തു. സലിമാണ് സെക്രട്ടറി. ബിനുവിനെ ഖജാൻജിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം ചവറയിൽ നടന്ന മേഖലാ സമ്മേളനത്തിലാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായി COAയുടെ മേഖലാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഇതോടനുബന്ധിച്ചാണ് ചവറ മേഖലാ സമ്മേളനം നടന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മേഖലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി PB സുരേഷാണ് ഉദ്ഘാടനം ചെയ്തത്. S സലീം അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ ലോക ഹിന്ദി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി അധ്യാപിക പത്മിനിയെ ചടങ്ങിൽ ആദരിച്ചു. കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ ലോക ഹിന്ദി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി അധ്യാപിക പത്മിനിയെ പ്രഥമാധ്യാപകൻ അനിൽകുമാർ ആദരിച്ചു. ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ ഡെപ്യൂട്ടി പ്രഥമാധ്യാപിക ശ്രീലത സമ്മാനിച്ചു. അധ്യാപകരായ മുഹമ്മദ് സലീം ഖാൻ, സന്ധ്യാദേവി, പ്രിയ, ഷെമി, അനീഷ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നീണ്ടകര സെയിന്റ് സെബാസ്റ്റ്യൻ ഫെറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പാതുകാവൽ കോൺഫ്രിയ തിരുനാളിന് കൊടിയേറി. തിരുനാൾ 21-ന് സമാപിക്കും. നീണ്ടകര സെയിന്റ് സെബാസ്റ്റ്യൻ ഫൊറോനോ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പാതുകാവൽ കോൺഫ്രിയ തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ റോൾഡൻ ജേക്കബ് കൊടിയേറ്റ് നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് തിരുനാൾ സമാരംഭ സമൂഹ ബലിയും നടത്തി. തലമുകിൽ ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അയിരൂർ ജുവാൻ ജ്യോതി ആശ്രമം ഫാദർ റോബിൻസൺ വചനപ്രഘോഷണം നിർവഹിച്ചു. വളരെ സ്നേഹത്തോടും വിശുദ്ധിയോടുകൂടെ ഈ ഒരു
നീണ്ടകര കാർമേൽ ഭവൻ ഫാദർ ക്രിസ്റ്റഫർ ഫെർണാണ്ടസ്, ഫാദർ ഫ്രാൻസിസ് സാലസ്, ഫാദർ ജോസഫ് നിക്കോളാസ് തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റിയും കുടുംബവും ചടങ്ങിന് നേതൃത്വം നൽകി. ജപമാല, ലിറ്റിനി, ദിവ്യബലി, വചന സന്ദേശം, ദിവ്യകാരുണ്യ ആരാധന തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടക്കും. 21-ന് തിരുനാൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. വള്ളികുന്നം ആയിക്കോമത്ത് ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിലെ മകരഭരണി പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് അൻപുലി മഹോത്സവം നടത്തി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. വള്ളികുന്നം ആയിക്കോമത്ത് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ മകരഭരണി പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചാണ് അൻപുലി മഹോത്സവം സംഘടിപ്പിച്ചത്. ജനുവരി 19-ന് ഉത്സവം സമാപിക്കും. തോറ്റമ്പാട്ട് മഹോത്സവം, വാർഷിക പൂജകൾ, ശ്രീഭൂതബലി, കലശാഭിഷേകം എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും. പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ മധു, രക്ഷാധികാരി ജി ചിത്രഭാനു, സെക്രട്ടറി മോഹനൻ, ട്രഷറർ വത്സകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരുന്നു. ദേവി ഭാഗവത പാരായണവും ഇതോടനുബന്ധിച്ച് നടത്തി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. പ്രധാന വാർത്തകൾ വീണ്ടും. ചെന്നൈ പുനലൂർ വഴി കൊല്ലത്തെത്തുന്ന ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. കൊല്ലം ചെങ്കോട്ട പാതയിൽ 24 കോച്ചുകളുള്ള ട്രെയിൻ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു. 5 തവണയാണ് ഇരുദിശകളിലായി പരീക്ഷണ ഓട്ടം. ചോറിനാട് പുതുശ്ശേരി മലനട ക്ഷേത്രത്തിലെ അക്രമം. 4 പേർ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് അക്രമമെന്ന് പോലീസ്. പള്ളിക്കൽ ഹോമിയോ ആശുപത്രി ഉപരോധിച്ചു. ബിജെപി പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. സ്ഥിരമായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.